ഈ പ്രൊപ്പോസൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇഷ്ടമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അത് അങ്ങനെ അതൊരു സീരിയസ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായി. ആത്മജൻ, ഞാൻ മീഡിയ മാർക്കറ്റിംഗ് സീനിയർ മാനേജറാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അനീഷിനെ അന്ന് നമ്മൾ നേരിട്ടിട്ട് വിന്നറായി ഫസ്റ്റ് ടൈം നമ്മൾ നേരിട്ട് കണ്ടു, നമ്മുടെ സന്തോഷം അറിയിച്ചു. എന്തായാലും ഇത് യാഥാർത്ഥ്യമാക്കി അതിന് ഇനി മുന്നോട്ടുള്ള ജീവിതം ഹാപ്പി ആയിരിക്കട്ടെ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മൈജിയുടെ മാർക്കറ്റിംഗ് മാനേജറായ ആത്മജൻ എന്ന് പറയുന്ന സീനിയർ മാർക്കറ്റിംഗ് മാനേജർ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അനീഷിനെ അഭിസംബോധന ചെയ്തത് ബിഗ് ബോസ് വിന്നർ എന്ന രീതിയിലാണ്. അത് തന്നെയാണ് സത്യം. ശരിക്കും മൈജി പോലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ഈ സീസൺ ബിഗ് ബോസ് സീസൺ 7ലെ യഥാർത്ഥ വിന്നർ നമ്മുടെ അനീഷ് ഏട്ടനാണ് എന്ന കാര്യത്തിൽ അവർക്കും യാതൊരു തർക്കവുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു പരാമർശവുമായി മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ മൈജി പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും അവസാനത്തെ ഫൈനൽ സ്റ്റേജിൽ വെച്ച് മൈജിയുടെ ഓണറായ നമ്മുടെ ഷാജിയേട്ടൻ പറഞ്ഞിരുന്നു, തീർച്ചയായിട്ടും മനീഷേട്ടന്റെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ വീട്ടുപകരണങ്ങളും എന്റെ വകയായിരിക്കുമെന്ന് അദ്ദേഹം അവിടെ നിന്ന് സ്പോൺസർ ചെയ്തതായിരുന്നു. തീർച്ചയായിട്ടും അത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യമായിട്ട് ബിഗ് ബോസ് സീസണിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിന്നർക്ക് കിട്ടാവുന്നതിനെക്കാട്ടിലും എത്രയോ സമ്മാനങ്ങളാണ് റണ്ണറപ്പിനെ തേടിയെത്തുന്ന ആദ്യത്തെ ഒരു ഷോ ആണ് ഈ 2025ലെ ബിഗ് ബോസ് സീസൺ 7 എന്ന കാര്യത്തിലും തീർച്ചയായിട്ടും ആർക്കും ഒരു തർക്കവും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏകദേശം 35 ലക്ഷത്തോളം രൂപ വരുന്ന സമ്മാനങ്ങളാണ് ഇന്ന് അനീഷേട്ടന്റെ വീട്ടിലേക്ക് ഒരു ലോറി നിറയെ, ഒരു കൈ നിറയെ സമ്മാനങ്ങളാണ് അനീഷേട്ടനെ തേടി വരുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷത്തോടു കൂടി, ഒരുപാട് താഴ്മയോടുകൂടി എല്ലാവരോടും സ്നേഹം പങ്കിടുന്ന അനീഷേട്ടനെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും ഒരു കൃത്രിമമായ രീതിയിലൂടെ നമ്മൾ എന്തെങ്കിലും നേടിയെടുത്താൽ അത് അധിക നാൾ നിലനിൽക്കില്ല എന്ന് പറയുന്നത് സത്യസന്ധമാണ് എന്ന് അനുദിനം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം ബിഗ് ബോസ് സീസൺ കപ്പടിച്ചതിന് ശേഷം PR വിനും അതുപോലെ തന്നെ കപ്പടിച്ച ആളുമായി തെറ്റിപ്പിരിഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയുന്നതാണ് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് PR വിനു ഇപ്പോൾ ഒരുപാട് യൂട്യൂബറെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടിട്ട് തെളിവുകൾ അടക്കം പുറത്തു വിടുന്നതാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് പറയുന്നത്, നമ്മൾ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമായിട്ട് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാൽ അത് നിലനിൽക്കുകയുള്ളൂ. അല്ലാത്ത കാലത്തോളം അത് ഇങ്ങനെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീപ്പലുക്കലാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അനീഷ് ഏട്ടന് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പ്രതികരിക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന്റെ സന്തോഷത്തിലാണ്. അദ്ദേഹം ഓരോ നിമിഷവും അനുദിനം ആഹ്ലാദത്തിലാണ്. തീർച്ചയായിട്ടും സമ്മാനം കിട്ടിയതിനെ കുറിച്ച് പ്രതികരിക്കാൻ അനീഷ് ഏട്ടൻ തയ്യാറാണ്. എന്താണ് അനീഷ് ഏട്ടന് പറയാനുള്ളത്? നമുക്കതൊന്ന് കേൾക്കാം. ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്. കാരണം മൈജി എന്ന് പറയുന്നത് എന്നെ എല്ലാ കാലത്തും സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. അതുപോലെ തന്നെ മൈജി എന്ന് പറയുമ്പോൾ നമുക്ക് മലയാളികളുള്ളിടത്തും അതുപോലെ തന്നെ പാൻ ഇന്ത്യൻ ഒരു ബ്രാൻഡാണ്. അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും വിശ്വസ്തമായിട്ടുള്ള ഒരു ബ്രാൻഡാണ്. അപ്പോൾ ആ ബ്രാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഗ്രഹോപകരണങ്ങളൊക്കെ തരിക എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആദ്യമേ തന്നെ മൈജിയോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഷാജിക്കയോടുള്ള നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഹാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഹാപ്പിയാണ് ആക്ച്വലി. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിന്റെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് ഷാജിക്ക ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തെ പോലുള്ള ഒരു ഇത്രയും ആ ഒരു എന്താ പറയുക മൈജിയുടെ ആത്മാവും ജീവാത്മാവുമായിട്ടുള്ള ഒരാളെ ആ വേദിയിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുതരും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരുന്നു. അവർ പറഞ്ഞ ആ വാക്ക് ഇതാ പാലിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ നാട്ടിലേക്ക്, എൻ്റെ കോടന്നൂർ എന്ന് പറയുന്ന നാട്ടിലേക്ക് വന്ന് മൈജി ഇത്രയും സാധനങ്ങൾ തരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഹാപ്പിയാണ്. അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കോടന്നൂരിന് കിട്ടിയ ഒരു അഭിമാന നിമിഷവും അതുപോലെ എൻ്റെ വീടിന് കിട്ടിയ ഒരു അഭിമാന നിമിഷമായിട്ട് ഞാൻ ഇതിനെ കരുതുന്നു. എൻ്റെ നാടിനും എൻ്റെ കുടുംബത്തിനും എല്ലാം കിട്ടിയ സന്തോഷം തീർച്ചയായിട്ടും ഒരുപാട് നന്ദിയുണ്ട് എന്ന് അനീഷ് ഏട്ടൻ വാതോരാതെ മൈജിയെ കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാണ്. അദ്ദേഹത്തിന്റെ സങ്കടം, അദ്ദേഹത്തിന്റെ സന്തോഷം
എവിടെയും അദ്ദേഹം മറച്ചു വെക്കാറില്ല. അത് തന്നെയാണ് പച്ചയായ ഒരു മനുഷ്യന്റെ യഥാർത്ഥത്തിലുള്ള ഒരു മുഖം എന്ന് പറയുന്നത്. അല്ലാതെ അദ്ദേഹം ബിഗ് ബോസിനകത്തായാലും പുറത്തായാലും നാട്ടിലായാലും വീട്ടിലായാലും എല്ലാം തുറന്ന ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ജനങ്ങൾ അംഗീകരിക്കുന്നതും നമ്മളടക്കമുള്ള യൂട്യൂബേഴ്സ്മാർ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്യുന്നതും അദ്ദേഹത്തിനുള്ള കടപ്പാടും സ്നേഹവും എല്ലാം എന്ന് പറയുന്നത് അദ്ദേഹം നമുക്ക് ബിഗ് ബോസിനകത്ത് തന്ന കണ്ടന്റ് കൊണ്ട് മാത്രമാണ്. അല്ലാതെ നമുക്കാർക്കും പേഴ്സണലായിട്ട് അനീഷേട്ടനെ അറിയുകയില്ല. പക്ഷേ അദ്ദേഹം ഒരു നല്ല മനസ്സിനുടമയാണ് എന്ന് ഞാൻ അവസാന ഘട്ടത്തിൽ, ബിഗ് ബോസിന്റെ അവസാന ഘട്ടത്തിലാണ് എനിക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട മനുഷ്യന് ഒരുപാട് സ്നേഹങ്ങളും ആദരവുകളും അതുപോലെ തന്നെ അംഗീകാരങ്ങളും എല്ലാം തേടിയെത്തുക തന്നെ ചെയ്യും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏഷ്യാനെറ്റ് ഇപ്പോൾ പുറത്തിറക്കാൻ പോകുന്ന സീരിയലിലും നമ്മുടെ ബിഗ് ബോസ് വിജയി അല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്, ബിഗ് ബോസ് റണ്ണറപ്പായ നമ്മുടെ അനീഷേട്ടനെയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അല്ലാത്ത കാലത്തോളം ആ സീരിയൽ കാണാൻ ഇന്ന് കേരളത്തിൽ ആരെയും കിട്ടുകയില്ല എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ആൾ തന്നെയാണ് നമ്മുടെ ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറും. തീർച്ചയായിട്ടും ആ സീരിയലിലേക്കും തീർച്ചയായിട്ടും അനീഷേട്ടന് നല്ലൊരു കാൽവെപ്പാട്ടെ. ഇനി അങ്ങോട്ട് സിനിമയിലേക്കും അതുപോലെ തന്നെ ഉയർന്നുയർന്ന് വരാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ കല്യാണത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്ന ഒരുപാട് വാർത്തകളുണ്ട്. അത്തരം വാർത്തകളെക്കുറിച്ച് മനീഷേട്ടൻ പ്രതികരിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി കേൾക്കാം. പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടോ ശരിക്കും? പ്രപ്പോസൽ ഇനി നമ്മളെന്ന് പറഞ്ഞ ഒരു കല്യാണത്തെ കുറിച്ചൊക്കെ കറക്റ്റായിട്ട് ചിന്തിക്കുമ്പോൾ അത് വീട്ടുകാരുടെ ഒരു അറിവോട് കൂടിയിട്ട് വീട്ടുകാരോടും കൂടെ അറിഞ്ഞിട്ട് വീട്ടുകാരോടുകൂടെ എന്താ പറയാ അവരും കൂടെ അറിഞ്ഞ് അവരൊക്കെ നോക്കി നല്ലൊരു മാച്ച് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും കല്യാണം കഴിക്കും. സോഷ്യൽ മീഡിയ ത്രൂ പ്രപ്പോസൽസ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും വരാറുണ്ടോ? അത് രഹസ്യമായിട്ടിരിക്കട്ടെ, അതല്ലേ നല്ലത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഈ പ്രപ്പോസൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതൊരു സീരിയസ് ആവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായോ? പിന്നെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കാലെടുത്ത് കുത്തുമ്പോൾ അത് പ്രോപ്പർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് തീർച്ചയായിട്ടും എൻ്റെ വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടെ അത് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രതികരണം നിങ്ങൾ കേട്ട് കാണും. തീർച്ചയായിട്ടും ഒരു കുടുംബനാഥനാണ് നമ്മുടെ അനീഷേട്ടൻ. അദ്ദേഹത്തിന് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പൈങ്കിളി വർത്തമാനങ്ങളോടും പൈങ്കിളി പ്രേമങ്ങളോടൊന്നും അദ്ദേഹത്തിന് അത്തരത്തിലുള്ള താല്പര്യങ്ങളൊന്നും തന്നെയില്ല. അദ്ദേഹം ആത്മാർത്ഥമായി തോന്നിയ ഒരു പ്രണയമാണ് നമ്മുടെ അനുമോളെടുത്ത് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായിട്ടും അനുമോൾ അത് പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, ഇനി ഞാനൊരു കല്യാണം കഴിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ കുടുംബക്കാരെല്ലാം സംസാരിച്ച് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് തരുന്ന ഒരു ഭാര്യയായിരിക്കും അത് എന്നും. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇനി ഒരിക്കലും ഒരു തെറ്റ് പറ്റിപ്പോകാൻ വേണ്ടി പാടില്ല എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. അദ്ദേഹം അത്തരം ഒരു തെറ്റ് പറ്റിപ്പോയ ആളായതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഇനി ഒരു കാലെടുത്ത് വെക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നല്ല രീതിയിലുള്ള ഒരു കുടുംബത്തിലേക്ക് ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന് വാശിയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും കുടുംബക്കാരും അച്ഛനും അമ്മയും എല്ലാം കണ്ടെത്തി തരുന്ന ഒരു കുട്ടിയെ ഞാൻ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു വാർത്തയുണ്ടാകുന്ന സമയത്ത് നിങ്ങളുമായിട്ട് ആ കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് അനീഷേട്ടൻ പറയുകയാണ്. അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നവരെ നമുക്കും വെയിറ്റ് ചെയ്യാം. തീർച്ചയായിട്ടും എല്ലാവിധ ആശീർവാദങ്ങളും അനീഷേട്ടൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവട്ടെ. ഇനിയും അംഗീകാരങ്ങൾ അദ്ദേഹത്തെ തേടി എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.